ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം മക്കളെ, നമ്മളുണ്ടാക്കി ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടില്ല കൂന്തൽ നിറച്ചതുണ്ടല്ലോ. നമ്മളും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കി. ആദ്യം തന്നെ കൂന്തൽ നല്ലോണം കഴുകി വൃത്തിയാക്കുക. അതിനുള്ളത്തെ ഇതൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കുക. ഇതെല്ലാവരും പറഞ്ഞു നല്ല ടേസ്റ്റാണ് പറഞ്ഞു. അപ്പം നമുക്കൊന്ന് വീട്ടിൽ കൊടുന്നുകൊണ്ട് ഉണ്ടാക്കാറുണ്ട്. ഉപ്പ അതേപോലെ കോട്ടപ്പടിക്ക് പോയപ്പോൾ മാർക്കറ്റിൽ നിന്ന് അങ്ങനെ കൊണ്ടുവന്ന് തന്നതാണ്. കോഴിക്കോട് ജില്ലയിലൊക്കെ ഇത് നല്ല ട്രെൻഡിങ് ആണ്. അത് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും വരി നിൽക്കാണ്ട് പറഞ്ഞു. അപ്പം അത്രയും ടേസ്റ്റ് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വലിയ കൂന്തൽ തന്നെ വേണമല്ലോ ഇതെന്ന്. അപ്പോൾ അങ്ങനെ വലുത് കിട്ടിയപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയതാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ കാണുന്ന പോലെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതെല്ലാം നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മസാല ഉണ്ടാക്കുകയാണ്. അതിൻ്റെ തല വേറെയും അതിൻ്റെ ഇത് വേറെ ആയിക്കാണ്ട് നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഒരു പാന് വെച്ചിട്ട് അത് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വാരുക. എന്നിട്ട് വലിയുള്ളി ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ കറിവേപ്പിൻ്റെ ഇല അതൊക്കെ ഇട്ടുകാണ്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ലോണം വഴറ്റി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടിട്ടും നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങയും ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും ഒന്നങ്ങോട്ട് ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് ആക്കണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് ചതച്ചാൽ മതി. അതാണ് ഇതിലേക്ക് നല്ല ടേസ്റ്റ് കേട്ടോ, ആ തേങ്ങ അങ്ങനെ ആക്കി. പിന്നെ ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കുക. നമ്മൾ മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കുക. നമ്മളൊരു വല്യുള്ളി ഇട്ട് കാണ്ട കേട്ടോ അതുണ്ടാക്കിയിട്ടുള്ളത്. നമ്മളടുത്ത് എത്ര തോന കൂന്തളൊക്കെ ഉണ്ടെങ്കിൽ 2 വല്യുള്ളിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ കുറച്ച് മസാല മതി ഇതിലേക്ക് നിറക്കാൻ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഉള്ളിയൊക്കെ എടുത്ത് കാണ്ട് ഇതാക്കാം. പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി എടുത്ത് അത് ചെറുതാക്കി കട്ട് ചെയ്തത് അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് നല്ലോണം വഴറ്റി കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് കൂന്തലിൻ്റെ അതിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് കാണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതങ്ങനെ ഇടുമ്പോൾ ആ മസാലയിലായി ഇട്ടുകാണ്ട് നമ്മൾ അതിലേക്ക് നിറക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മൾ അതുകൊണ്ട് കഴിക്കുമ്പോൾ. പിന്നെ നമ്മൾ തേങ്ങ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. പിന്നെ ഇതിൽ നമുക്ക് ആവശ്യത്തിന് ഗരം മസാല, നമ്മൾ എരിവിനനുസരിച്ച് പച്ചമുളക്, അധികം പച്ചമുളക് ഇട്ടണം കേട്ടോ, അത് വീഡിയോ മിസ്സായിട്ടുണ്ട്. ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുട്ടികൾക്കൊക്കെ തിന്നാലെന്ന് കരുതി നമ്മൾ കുറച്ച് എരിവ് ഇട്ടിട്ടുള്ളൂ. നമ്മളെ എരിവിനനുസരിച്ച് നമുക്ക് മുളകും പൊടിൻ്റെയും പച്ചമുളക് അതേപോലെ ഗരം മസാല അതൊക്കെ കൂടുതലായി ഇട്ട് കൊടുക്കട്ടെ നമുക്ക്. പിന്നെ ലാസ്റ്റ് നമ്മളേക്ക് മല്ലിയിലയും കൂടി ഇട്ടുകാണ്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഫൈനലി നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിക്ക് അടുത്ത് വേണ്ടത് നമ്മൾ ടൂത്ത് പിക്കും വേണം. ഇനി അതെല്ലാം നമ്മൾ കൂന്തലെടുത്തിട്ട് അതിലേക്ക് നിറക്കണം കേട്ടോ. ചെറിയ സ്പൂൺ എടുത്തുകാണ്ട് നമ്മൾ നിറക്കണം കേട്ടോ. ആദ്യം വലിയ സ്പൂണാണ് ആക്കിയത്. അപ്പോൾ പിന്നെ നമ്മൾ ചെറിയ സ്പൂൺ എടുത്തുകാണ്ട് വേണം അതിലേക്ക് നിറക്കാൻ. അത് നിറക്കുമ്പോൾ ഫുള്ളായിക്കാണ്ട് നിറക്കരുത്. അപ്പോൾ നമ്മൾ ആവിക്കാണല്ലോ നമ്മളിത് വേവിക്കുന്നുണ്ട്. അപ്പോൾ ആവിക്ക് വേവിക്കുമ്പോൾ അത് പൊട്ടിപ്പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് മസാല ആക്കി മതി. പിന്നെ ഇത് കൂന്തൽ നമ്മൾ വേവിക്കാനുസരിച്ച് ഒന്ന് ചുരുങ്ങും ചെയ്യും. അപ്പോൾ മസാല പുറത്തേക്ക് വരും. അപ്പോൾ അത് വേണമെങ്കിൽ നമ്മൾ കുറച്ച് മസാല ആക്കിയാൽ മതി. എന്നിട്ട് ഇതേപോലെ നമ്മൾ ടൂത്ത് പിക്ക് വെച്ചുകാണ്ട് അത് മീനിൻ്റെ തല ഉണ്ടല്ലോ ആ തലഭാഗം അയിമ വെച്ചുകാണ്ട് നമ്മൾ ടൂത്ത് പിക്ക് കൊണ്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക. അങ്ങനെയെല്ലാം നമ്മൾ ടൂത്ത് പിക്ക് വെച്ചുകാണ്ട് അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു പാത്രം വെച്ച് നമ്മൾ സ്റ്റീം ചെയ്ത് കാണ്ട് എടുക്കുകയാണ്. നമ്മൾ ഇഡ്ഡലി പാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിൽ വെച്ചുകാണ്ട് നമ്മൾ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതൊരു 10-15 മിനിറ്റ് അങ്ങനെ വെക്കുക. പിന്നെ നമ്മളൊരു പാൻ എടുത്തിട്ട് നമ്മൾ ഇത് മസാല ആക്കുകയാണ്. അത് പൊരിക്കാൻ വേണ്ടിയിട്ട് അതിലിട്ടുകാണ്ട് മസാല ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് മുളകും പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ടുകാണ്ട് നമ്മൾ ഒന്നങ്ങിട്ട് വഴറ്റി കൊടുത്തുകാണ്ട് ആക്കുകയാണ്. അല്ലെങ്കിൽ നമുക്കിത് മഞ്ഞൾപ്പൊടി മുളകും പൊടി ഇട്ടുകാണ്ട് നമ്മൾ ചിക്കനൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് മസാല ആക്കൂലേ, അതുപോലെ മസാലയിൽ മുക്കിക്കാണ്ട് നമുക്ക് വേണമെങ്കിൽ പൊരിച്ചാം. അല്ലെങ്കിൽ ഇതുപോലെ ഫൈനലി നമ്മൾ കൂന്തൽ ഫ്രൈ ചെയ്തുകാണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കഴിച്ച് നോക്കിയിട്ട് നമ്മൾ കഴിക്കണ വീഡിയോ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല.
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ.